ഡാർക്ക് മാറ്ററിന്റെയും ഡാർക്ക് എനർജിയുടെയും ഭാരം അല്ലെങ്കിൽ അളവ് ശാസ്ത്രജ്ഞർ എങ്ങനെ കണക്കാക്കുന്നു എന്നത് ആധുനിക കോസ്മോളജിയിലെ ഏറ്റവും ആകർഷകമായ വിഷയങ്ങളിലൊന്നാണ്. ഇവയെ നേരിട്ട് കാണാനോ തൂക്കിനോക്കാനോ കഴിയാത്തതിനാൽ ശാസ്ത്രജ്ഞർ വളരെ ബുദ്ധിപരമായ പരോക്ഷ മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന യൂണിവേഴ്സിന്റെ ഘടന, ഗാലക്സികളുടെ ചലനം, പ്രകാശത്തിന്റെ വളവ്, യൂണിവേഴ്സിന്റെ വ്യാപന വേഗം എന്നിവയെ പഠിച്ചാണ് ഈ കണക്കുകൾ നിർണ്ണയിക്കുന്നത്. ആദ്യമൊരു പ്രധാന കാര്യം മനസ്സിലാക്കണം. ശാസ്ത്രജ്ഞർ ഡാർക്ക് മാറ്ററിനെയും ഡാർക്ക് എനർജിയെയും തൂക്കിയിട്ട് കണ്ടെത്തുന്നില്ല. പകരം അവ യൂണിവേഴ്സിലുണ്ടാക്കുന്ന ഗുരുത്വാകർഷണ സ്വാധീനങ്ങളും കോസ്മിക് മാറ്റങ്ങളും അളന്ന് ഗണിതവും ഭൗതികശാസ്ത്ര മോഡലുകളും ഉപയോഗിച്ചാണ് ഇവയുടെ അളവ് കണ്ടെത്തുന്നത്. യൂണിവേഴ്സിന്റെ മൊത്തം ഊർജ്ജഭാര സാന്ദ്രതയെ കോസ്മിക് എനർജി ഡെൻസിറ്റി എന്ന് വിളിക്കുന്നു. യൂണിവേഴ്സ് എത്ര ഭാരം അല്ലെങ്കിൽ ഊർജ്ജം ഉൾക്കൊള്ളുന്നു എന്ന് കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ ആദ്യം യൂണിവേഴ്സിന്റെ എനർജി ഡെൻസിറ്റി കണക്കാക്കുന്നു. ഐൻസ്റ്റൈന്റെ പ്രശസ്തമായ സമവാക്യം E=mc² അനുസരിച്ച് ഊർജ്ജവും ഭാരവും തമ്മിൽ മാറ്റാവുന്നതാണ്. അതിനാൽ യൂണിവേഴ്സിലുള്ള മുഴുവൻ ഊർജ്ജവും ചേർത്താൽ അതിന്റെ എഫക്റ്റീവ് മാസ് കണ്ടെത്താൻ കഴിയും. ഇതിന് ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ആശയമാണ് ക്രിട്ടിക്കൽ ഡെൻസിറ്റി. ക്രിട്ടിക്കൽ ഡെൻസിറ്റി എന്നത് യൂണിവേഴ്സ് ഒരു ദിവസം വ്യാപനം നിർത്തുമോ അല്ലെങ്കിൽ എന്നും വ്യാപിച്ചുകൊണ്ടിരിക്കുമോ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രത്യേക സാന്ദ്രതയാണ്. യഥാർത്ഥ ഡെൻസിറ്റി ക്രിട്ടിക്കൽ ഡെൻസിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ യൂണിവേഴ്സ് ഒടുവിൽ ചുരുങ്ങും. യഥാർത്ഥ ഡെൻസിറ്റി ക്രിട്ടിക്കൽ ഡെൻസിറ്റിക്ക് തുല്യമാണെങ്കിൽ യൂണിവേഴ്സ് സമതുലിതമായി വ്യാപിക്കും. യഥാർത്ഥ ഡെൻസിറ്റി ക്രിട്ടിക്കൽ ഡെൻസിറ്റിനേക്കാൾ കുറവാണെങ്കിൽ യൂണിവേഴ്സ് എന്നും വ്യാപിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നടത്തിയ നിരീക്ഷണങ്ങൾ പ്രകാരം യൂണിവേഴ്സ് ഏകദേശം ക്രിട്ടിക്കൽ ഡെൻസിറ്റിക്ക് വളരെ അടുത്താണ്. ഇതിലൂടെ യൂണിവേഴ്സ് ഫ്ലാറ്റ് ആണെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഡാർക്ക് മാറ്ററിന്റെ ഭാരം എങ്ങനെ കണക്കാക്കുന്നു എന്നത് നോക്കാം. ആദ്യമായി ഗാലക്സി റൊട്ടേഷൻ മെത്തഡ്. ഒരു ഗാലക്സിയെ ചിന്തിക്കൂ, അതൊരു വലിയ ചക്രം പോലെ തിരിയുകയാണ്. സാധാരണ ഭൗതികശാസ്ത്രപ്രകാരം കേന്ദ്രത്തിൽ നിന്ന് ദൂരെയായി പോകുന്ന നക്ഷത്രങ്ങൾ കുറച്ച് വേഗത്തിൽ തിരിയേണ്ടതാണ്, കാരണം അവയിൽ പ്രവർത്തിക്കുന്ന ഗുരുത്വാകർഷണം കുറവായിരിക്കും. പക്ഷേ ശാസ്ത്രജ്ഞർ കണ്ടത് ഇതിന് വിപരീതമാണ്. ഗാലക്സിയുടെ പുറം ഭാഗങ്ങളിലുള്ള നക്ഷത്രങ്ങളും അതേ വേഗത്തിലാണ് തിരിയുന്നത്. ഇത് നമുക്ക് കാണാനാകാത്ത വലിയ ഭാരം അവിടെ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ആ ഭാരം തന്നെയാണ് ഡാർക്ക് മാറ്റർ. ശാസ്ത്രജ്ഞർ ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം ഉപയോഗിച്ച് മാസ് = വെലോസിറ്റി സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ റേഡിയസ് ഡിവൈഡഡ് ബൈ g എന്ന സമവാക്യം ഉപയോഗിച്ച് മൊത്തം ഭാരം കണക്കാക്കുന്നു. വെലോസിറ്റി അളക്കാം, റേഡിയസ് അറിയാം, g ഒരു സ്ഥിരം മൂല്യമാണ്. അങ്ങനെ മൊത്തം ഭാരം കണ്ടെത്താം. ശേഷം കാണുന്ന നക്ഷത്രങ്ങളുടെ ഭാരം കുറച്ചാൽ ബാക്കി വരുന്ന ഭാരം ഡാർക്ക് മാറ്ററാണ്. ഈ രീതിയിൽ ഒരു ഗാലക്സിയിൽ കാണുന്ന മാറ്ററിനേക്കാൾ ഏകദേശം 5 മുതൽ 6 മടങ്ങ് കൂടുതൽ ഡാർക്ക് മാറ്റർ ഉണ്ടെന്ന് കണ്ടെത്തി. അടുത്തത് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് ആണ്. ഐൻസ്റ്റൈന്റെ ജനറൽ റിലേറ്റിവിറ്റി പ്രകാരം ഭാരമുള്ള വസ്തുക്കൾ സ്പേസ് ടൈമിനെ വളയ്ക്കും. അതിലൂടെ പ്രകാശത്തിന്റെ പാതയും വളയും. ഒരു വലിയ ഗാലക്സി ക്ലസ്റ്റർ പിന്നിലുള്ള ഗാലക്സികളിൽ നിന്നുള്ള പ്രകാശം വളച്ചുകാണുമ്പോൾ ശാസ്ത്രജ്ഞർ ആ വളവ് അളക്കുന്നു. വളവ് കൂടുതലാണെങ്കിൽ ഭാരം കൂടുതലാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. കാണുന്ന മാറ്റർ മാത്രം ഉപയോഗിച്ച് ഈ വളവ് വിശദീകരിക്കാൻ പോരായിരുന്നു. അതുകൊണ്ട് ശാസ്ത്രജ്ഞർ അധികമായി കാണാനാകാത്ത ഭാരമുണ്ടെന്ന് നിഗമനം നടത്തി. അത് ഡാർക്ക് മാറ്ററാണ്. ഇത് ഇന്ന് ഡാർക്ക് മാറ്ററിന്റെ ഏറ്റവും ശക്തമായ തെളിവുകളിൽ ഒന്നാണ്. മൂന്നാമത്തെ രീതിയാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്. ബിഗ് ബാങ്ങിന് ശേഷം ഏകദേശം 3,80,000 വർഷങ്ങൾക്കുശേഷം യൂണിവേഴ്സ് തണുത്തപ്പോൾ ആദ്യമായി പ്രകാശം സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ തുടങ്ങി. ആ പ്രകാശമാണ് ഇന്ന് നമ്മൾ കാണുന്ന കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്. ഈ റേഡിയേഷൻ വളരെ ചെറിയ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് കാണിക്കുന്നു. ഈ ചെറിയ വ്യത്യാസങ്ങൾ പഠിച്ച് ശാസ്ത്രജ്ഞർ യൂണിവേഴ്സിൽ എത്ര മാറ്റർ ഉണ്ടെന്ന് കൃത്യമായി കണക്കാക്കി. പ്ലാങ്ക് പോലുള്ള സാറ്റലൈറ്റ് മിഷൻസ് കാണിച്ചത് നോർമൽ മാറ്റർ ഏകദേശം 5%, ഡാർക്ക് മാറ്റർ ഏകദേശം 27%. ഇപ്പോൾ ഡാർക്ക് എനർജിയുടെ അളവ് എങ്ങനെ കണ്ടെത്തി എന്നത് നോക്കാം. ഡാർക്ക് എനർജി ഭാരം പോലെ പെരുമാറുന്നില്ല. അത് ഒരു റിപ്പൾസീവ് എനർജിയാണ്, അതായത് ഗുരുത്വാകർഷണത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ഇത് കണ്ടെത്തിയത് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ പഠിച്ചാണ്. സൂപ്പർനോവ മെത്തഡ് ഇതിൽ വളരെ പ്രധാനമാണ്. ടൈപ്പ് എ സൂപ്പർനോവ എന്നത് സ്റ്റാൻഡേർഡ് കാൻഡിൽ എന്ന് അറിയപ്പെടുന്നു, കാരണം അവയുടെ യഥാർത്ഥ പ്രകാശം നമുക്കറിയാം. അത് എത്ര മങ്ങിയതായി കാണുന്നു എന്ന് നോക്കിയാൽ ദൂരം കണ്ടെത്താം. 1998 ശാസ്ത്രജ്ഞർ ദൂരെയുള്ള സൂപ്പർനോവയെ പ്രതീക്ഷിച്ചതിനേക്കാൾ ദൂരെയാണെന്ന് കണ്ടെത്തി. അതിലൂടെ യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ സ്ലോ ആകുന്നില്ല, മറിച്ച് വേഗത്തിലാകുകയാണ് എന്ന് മനസ്സിലായി. ഈ ആക്സലറേഷൻ ഉണ്ടാക്കുന്ന എനർജി തന്നെയാണ് ഡാർക്ക് എനർജി. കണക്കുകൾ പ്രകാരം ഡാർക്ക് എനർജി ഏകദേശം 68% വരും. ലാർജ് സ്കെയിൽ സ്ട്രക്ചർ എന്ന മറ്റൊരു തെളിവുമുണ്ട്. യൂണിവേഴ്സ് ഒരു റാൻഡം ഡിസ്ട്രിബ്യൂഷൻ അല്ല, അതൊരു വലിയ കോസ്മിക് വെബ് പോലെയാണ്. ഗാലക്സീസ് എങ്ങനെ ക്ലസ്റ്റർ ചെയ്യുന്നു എന്ന് സിമ്യുലേഷൻ നടത്തി നോക്കിയപ്പോൾ ഡാർക്ക് എനർജി ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇന്നത്തെ സ്ട്രക്ചർ വിശദീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഒരു പ്രധാന സത്യം മനസ്സിലാക്കണം. ശാസ്ത്രജ്ഞർ ഡാർക്ക് മാറ്ററിനെയും ഡാർക്ക് എനർജിയെയും നേരിട്ട് അളക്കുന്നില്ല.
അവർ യൂണിവേഴ്സ് എങ്ങനെ പെരുമാറുന്നു എന്ന് അളക്കുന്നു, ഗണിത മോഡലുകൾ നിർമ്മിക്കുന്നു, കാണുന്ന ഡേറ്റയുമായി താരതമ്യം ചെയ്യുന്നു. ശേഷം മാത്രമാണ് ഈ ശതമാനങ്ങൾ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം ചിന്തിക്കൂ, നാം കാണുന്ന എല്ലാം വെറും 5% മാത്രമാണ്. കാണാനാകാത്തത് 95%. അതായത് യൂണിവേഴ്സിന്റെ ഭൂരിഭാഗവും ഇന്നും ഒരു വലിയ രഹസ്യമാണ്. ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും നമ്മെ ഒരു വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. നമ്മൾ അറിയുന്നത് വളരെ കുറവാണ്. ടെലിസ്കോപ്പുകൾ കൂടുതൽ ശക്തമാകുന്നു, സാറ്റലൈറ്റുകൾ കൂടുതൽ കൃത്യമായി അളക്കുന്നു, ഭൗതികശാസ്ത്രം പുതിയ വഴികൾ തുറക്കുന്നു. എന്നിരുന്നാലും ഒരു ചോദ്യം ഇന്നും നിലനിൽക്കുന്നു. യൂണിവേഴ്സിന്റെ 95% എന്താണ്? ആ രഹസ്യം കണ്ടെത്തുന്ന ദിവസം മനുഷ്യരാശിയുടെ ശാസ്ത്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവങ്ങളിൽ ഒന്നായിരിക്കും.